ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തി നിൽക്കുമ്പോൾ കേരളത്തിലെ സോഷ്യൽ മീഡിയയിൽ ബുദ്ധിജീവികൾ മൊത്തം സമാധാനപ്രിയരാകുന്നു പെട്ടെന്ന്. അതിൽ രാഷ്ട്രീയ നേതാക്കളുണ്ട്, പ്രത്യേകിച്ച് ഇടതുപക്ഷത്തുള്ളവർ, പിന്നെ ഈ വിശാലമായ ലിബറൽ ഭാരം താങ്ങുന്ന കുറേ ആൾക്കാരുണ്ട് അവർ, പിന്നെ ഈ പറയുന്ന അരുന്ധതി റോയിയെ പോലുള്ള തീവ്രവാദ സ്വഭാവമുള്ളവർ, ഈ പറയുന്ന എല്ലാ സമാധാനത്തിൻ്റെയും മൊത്ത വ്യാപാരികളായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ഇവരെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ളതൊന്നും ഇങ്ങനെയല്ല. ഇവർ അങ്ങേയറ്റം അഗ്രസീവാണ്. ഇവരുടെ ആശയത്തിനെതിരെ നിൽക്കുന്നവർ എങ്ങനെയും ഉന്മൂലനം ചെയ്യണമെന്ന് പറയുന്ന ആൾക്കാർ, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു പ്രശ്നം വരുന്നു, ഇന്ത്യ ഭീകരവാദത്തിനെതിരെ നിലപാടെടുക്കുന്നു, അവിടെ മോദി നായകനായെത്തുന്നു, മോദിയെ കള്ളനെന്ന് വിളിച്ച വലിയ കരാറുണ്ടായി, ഏതാ S-400 അതുകൊണ്ട് ഇന്ത്യ പിടിച്ചു നിന്നു, റാഫേൽ ഉണ്ടായി, ചൗക്കിദാർ ചോറ എന്നൊക്കെയാണ് വിളിച്ചത്, അതിലും ഇന്ത്യ അതുകൊണ്ട് മാത്രം പിടിച്ചിരിക്കുന്നു. ഇങ്ങനെ മോദി എടുത്ത ഇനിഷ്യേറ്റീവുകൾ കൊണ്ട് മാത്രം ഇന്ത്യ പിടിച്ചു നിൽക്കുമ്പോൾ സഹിക്കാനാവാതെയല്ലേ ഇവർക്ക് ഈ പറയുന്ന സമാധാന പ്രേമം വരുന്നതും ഇന്ത്യയെ ശത്രുവായിട്ട് കണ്ട് ഭീകരർക്കൊപ്പം നിൽക്കുന്നതും? ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് രണ്ട് തരത്തിലാണ് രാഷ്ട്രീയത്തിൽ ഇടപെടുന്ന ആളുകൾ, അതല്ലെങ്കിൽ സാമൂഹികപരമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആളുകൾ എടുക്കുന്ന നിലപാടുകൾ രണ്ട് തരത്തിലാണ്. ഒന്ന്, അവരെ സംബന്ധിച്ച് അവരെ ബാധിക്കുന്നതോ അല്ലെങ്കിൽ അവർ മുന്നോട്ട് വെക്കുന്നതോ ആയിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ നിലപാട് സ്വീകരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന്, അവർക്കൊരു അജണ്ടയുണ്ട്, അജണ്ടക്കനുസരിച്ച് അവർ ഒരു നിലപാട് സ്വീകരിക്കുന്നു. ഇപ്പോൾ കേരളത്തിലെ പല സെലക്റ്റീവ് ബുദ്ധിജീവികളും കേരളത്തിലെ പല പൊളിറ്റിക്കൽ അനലിസ്റ്റുകളും അവർ പലരും അവരുടേതായിട്ടുള്ള രാഷ്ട്രീയ അജണ്ടയുള്ളവരോ ഇനി അതല്ലെങ്കിൽ അവർ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള നടപടികളുടെ ഭാഗവാക്കായി നിൽക്കുന്ന ആളുകളുമാണ്. അവരെ സംബന്ധിച്ച് അവരുടേതായിട്ടുള്ള രാഷ്ട്രീയപരമായ അജണ്ട, പൊതുസമൂഹത്തിൽ അവരെടുക്കുന്ന നിലപാടുകളോട് അവർക്ക് കിട്ടേണ്ട മൈലേജിനെ കുറിച്ചുള്ള അജണ്ട, ഈ തരത്തിൽ വ്യത്യസ്തമായിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ട് നിലപാടുകൾ പറയുകയും പുറത്ത് പറയുകയൊക്കെ ചെയ്യുന്ന ആളുകൾ കേരളത്തിൽ പലപ്പോഴും നാം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ പല പ്രമുഖരായിട്ടുള്ള എഴുത്തുകാർ, കേരളത്തിലെ പല പ്രമുഖരായിട്ടുള്ള സ്വതന്ത്ര ചിന്തകർ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള നമ്മുടെ ബുദ്ധിജീവികളായിട്ടുള്ള സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ എന്ന് പറയുന്ന ആളുകൾ, അവരുടെ പലപ്പോഴുമുള്ള നിലപാടുകൾ ഒരു പൊതുസമൂഹത്തിൽ എങ്ങനെയാണോ രാജ്യത്തിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കേണ്ട സാഹചര്യം ഉണ്ടാകേണ്ടത്, അതല്ലെങ്കിൽ നമ്മുടെ രാജ്യം ഏത് തരത്തിലാണോ മറ്റൊരു രാജ്യത്തിൻ്റെ ആക്രമണത്തെ അതല്ലെങ്കിൽ നിലപാടുകളെ തള്ളിപ്പറയേണ്ടത്, അപ്പോഴെല്ലാം അവർ കാണിക്കുന്ന നിലപാടുകൾ പലപ്പോഴും സെലക്റ്റീവാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും വിഭാഗത്തെ അതിൻ്റെ ബെനിഫിഷ്യറീസായിട്ട് മാറ്റാൻ കഴിയുമോ എന്നുള്ളതാണ് അവരുടെ ഒരു ചിന്ത. മറുഭാഗത്ത് ഉദാഹരണത്തിന് നിരന്തരമായി ഈ രാജ്യത്ത് അക്രമം സൃഷ്ടിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആളുകൾ, തീവ്രവാദത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ, അങ്ങനെയുള്ള ആളുകളോട് നമ്മൾ ഏത് നിലപാട് സ്വീകരിക്കണം എന്നുള്ളത്, ഒന്ന് വ്യക്തിപരമായ നിലപാടുണ്ടാകണം ആ വ്യക്തിയെ സംബന്ധിച്ച്, സാമൂഹിക പരിഷ്കർത്താവിനെ സംബന്ധിച്ച്. അതേസമയം തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള നിലപാടുകൾ വെക്കുന്നതിൽ തെറ്റില്ല. പക്ഷേ ഒരു പൊതു നിലപാട് വേണ്ടേ? ആ പൊതു നിലപാട് എന്തായിരിക്കണം എന്നുള്ളത്, ഇപ്പോൾ അങ്ങ് അരുന്ധതി റോയിയുടെ കാര്യം സൂചിപ്പിച്ചു. എനിക്ക് അവരോട് വ്യക്തിപരമായ ഒരു വിരോധമോ ഒരു നിലപാടോ എടുക്കേണ്ട സാഹചര്യം എന്നെ സംബന്ധിച്ചില്ല. പക്ഷേ അവർ എടുക്കുന്ന നിലപാടുകൾ മറ്റാരെയെങ്കിലും സഹായിക്കുന്നുണ്ടോ, പ്രത്യക്ഷമായോ പരോക്ഷമായോ എന്നവർ സ്വയം ചിന്തിക്കണ്ടേ. നമുക്ക് സമാധാനപ്രിയരാകാം, എവിടെ വരെ സമാധാനപ്രിയരാകാം? നമ്മുടെ രാജ്യത്തിനകത്ത് സമാധാനപരമായി ജീവിക്കുന്ന ആളുകളെ ഒരു അശാന്തിയുടെ അന്തരീക്ഷം സൃഷ്ടിച്ച് അവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്ന ആളുകളോട് എത്ര കാലം നമുക്ക് സമാധാനപ്രിയരായിട്ടിരിക്കാൻ കഴിയും? നമ്മളുടെ രാജ്യമാണ്, നമുക്ക് നമ്മുടേതായിട്ടുള്ള സൈന്യമുണ്ട്, നമ്മൾ അതിനുവേണ്ടി കൃത്യമായി നമ്മുടെ ഡിഫൻസ് സംവിധാനത്തിൽ അതിനെ ബജറ്റിംഗ് ചെയ്ത് അതിൽ ഏറ്റവും കൂടുതൽ സൈനിക ബലമുള്ള ആയുധ ബലമുള്ള സൈന്യങ്ങളിലൊന്നാണ് നമ്മുടേത്. അപ്പം നമ്മളെ സംബന്ധിച്ച് അത് നമ്മൾ ആർക്കെതിരെയും പ്രയോഗിക്കാൻ വേണ്ടിയിട്ടില്ല, നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മുടെ സുരക്ഷയൊരുക്കുമ്പോൾ ആ സുരക്ഷ ഭീകരവാദികൾക്കുള്ള വേദനയായി മാറിയാൽ ആ വേദന എങ്ങനെയാണ് ന്യായീകരിക്കാൻ കഴിയുക? അതൊരു പ്രത്യേക മനസ്സ് വേണം അങ്ങനെയുള്ള ന്യായീകരണങ്ങൾ നടത്താൻ. ആ കാലഘട്ടങ്ങളിൽ ഉദാഹരണത്തിന് കാശ്മീരിലെ സാധാരണക്കാർക്ക് ജീവൻ നഷ്ടപ്പെടുമ്പോൾ അവരെ ആക്രമിക്കുന്ന എതിരാളികൾ, തീവ്രവാദികൾ, അക്രമകാരികൾ, ഭീകരവാദികൾ, അങ്ങനെയുള്ള ആളുകളോട് ഏതെങ്കിലും തരത്തിൽ അവർക്കെതിരെ നടക്കുന്ന അക്രമം സമാധാനത്തിനെതിരെയുള്ള അക്രമമാണ് എന്ന് കാണാൻ ഒരു പ്രത്യേകമായിട്ടുള്ള മാനസികാവസ്ഥ വേണം. എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ അത് ഈ രാജ്യത്തിനെതിരായിട്ടുള്ള മനസ്സായിരിക്കണം, അതല്ലെങ്കിൽ അതൊരു സെലക്റ്റീവ് മനസ്സായിരിക്കണം. ആ സെലക്റ്റീവ് മനസ്സെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ അജണ്ട, അങ്ങനെയുള്ളവരുടെയൊക്കെ അജണ്ട സ്വാഭാവികമായും അപ്പോഴത്തെ ഒരു രാഷ്ട്രീയമുണ്ട്.
അല്ലെങ്കിൽ അവർക്ക് ഏതെങ്കിലും തരത്തിലുള്ള സോഷ്യൽ ബെനിഫിറ്റ് കിട്ടുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയത്തിൻ്റെ ഒപ്പം നിൽക്കുക എന്നുള്ളതാണ്. ആ രാഷ്ട്രീയത്തിൻ്റെ ഒപ്പം സാധാരണക്കാർക്ക് നിൽക്കാൻ കഴിയില്ല, ആ രാഷ്ട്രീയത്തിൻ്റെ ഒപ്പം രാജ്യത്തിന് നിൽക്കാൻ കഴിയില്ല, ആ രാഷ്ട്രീയത്തിൻ്റെ ഒപ്പം ഒരു സമൂഹത്തിനും നിൽക്കാൻ വേണ്ടി കഴിയില്ല. ഇപ്പോൾ അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങൾ, റഷ്യ അടക്കമുള്ള രാജ്യങ്ങൾ നമ്മൾ എടുക്കുന്ന ഭീകരവാദ വിരുദ്ധ നിലപാടുകളോട് പൂർണ്ണമായും അനുകൂലിക്കുകയും നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് റഫാൽ, അങ്ങ് സൂചിപ്പിച്ച പോലെ റഫാൽ വിമാനങ്ങൾ നമ്മൾ വാങ്ങുന്ന സമയത്ത് വലിയ ആരോപണങ്ങൾ കൊണ്ടുവന്നു. അതുപോലെ തന്നെ നമ്മൾ സൈനിക ശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി ആയുധങ്ങൾ വാങ്ങുന്ന സമയത്തും പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുന്ന സമയത്തൊക്കെ വലിയ തരത്തിൽ നെഗറ്റീവ് പ്രചരണം നടത്തിയ ആളുകളുണ്ട് പൊളിറ്റിക്സിൽ. പ്രതിപക്ഷ പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുണ്ട്. ആ സമയത്ത് നമ്മൾ ആയുധമാണോ വാങ്ങേണ്ടത്, ഭക്ഷണം വാങ്ങാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണ്ടേ എന്ന് നമ്മുടെ രാജ്യത്തെ ആളുകളോട് ചോദിച്ച ആളുകളുണ്ട്. പ്രത്യക്ഷത്തിൽ നമ്മൾ ആദ്യമേ ഒറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ശരിയല്ലേ, എന്തിനാണ് നമ്മളിങ്ങനെ ഇത്രയും ആയുധം വാങ്ങാൻ വേണ്ടി പണം ചെലവഴിക്കുന്നത്? പക്ഷേ ആ പണം എടുത്ത് നമുക്ക് മറ്റേതെങ്കിലും ഒരു വികസന പദ്ധതിക്ക് വേണ്ടി ഉപയോഗിച്ചുകൂടെ? അതല്ലെങ്കിൽ നമ്മളുടെ സാധാരണക്കാർക്ക് മറ്റേതെങ്കിലും അവസ്ഥയോട് ശരിയാണ് ഉപയോഗിക്കാം, അത് തെറ്റൊന്നുമില്ല. അങ്ങനെ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ ഇന്ന് 15 നഗരങ്ങളിലുള്ള ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ ജീവിച്ചിരിക്കില്ല. അതെ, അതായത് അങ്ങനെ നമ്മൾ ആ ഒരു പ്രിക്കോഷൻ നമ്മൾ എടുത്തില്ലെങ്കിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ അതിർത്തി കാക്കാനുള്ള സംവിധാനങ്ങൾ നമ്മൾ ശക്തിപ്പെടുത്തിയില്ലെങ്കിൽ നമ്മുടെ സൈന്യം എക്യുപ്ഡ് ആവില്ല. നമ്മുടെ സൈന്യം എക്യുപ്ഡ് അല്ലെങ്കിൽ അവർക്ക് നമ്മളെ സമാധാനപരമായി കിടന്നുറങ്ങാനുള്ള അവസ്ഥയുണ്ടാക്കാൻ കഴിയില്ല. നമ്മുടെ രാജ്യത്തെ ജനങ്ങൾ എന്തുകൊണ്ടാണ് രാത്രി സമാധാനപരമായി ഇത്രയും കലുഷിതമായ അന്തരീക്ഷത്തിലും കിടന്നുറങ്ങാൻ, കണ്ണടച്ചുറങ്ങാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ സൈന്യം നമുക്ക് വേണ്ടി ഏറ്റവും സുശക്തമായിട്ടുള്ള, ഏറ്റവും അത്യന്താധുനികമായിട്ടുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട്, പ്രതിരോധ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ അതിർത്തി കാക്കുന്നു എന്നുള്ളതുകൊണ്ടാണ്. ശത്രുക്കളെ, എതിർപക്ഷത്തുള്ളവരെ, ഭീകരവാദികളെ, അവരെ തുരത്താൻ, അവർക്ക് കടന്നു കയറാൻ ഒരു ഇടം പോലും നൽകാതെ അതിനുവേണ്ടി തിരിച്ചടിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതിന് അവർക്ക് ആത്മബലം കൊടുക്കണ്ടേ, അവർക്ക് ആത്മവീര്യം കൊടുക്കണ്ടേ, അവർക്ക് വസ്തുക്കൾ കൊടുക്കണ്ടേ, അവർക്ക് അതിന് വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കണ്ടേ? അതൊരു ഗവൺമെൻറ്റിൻ്റെ ബാധ്യതയാണ്. അപ്പോൾ അതിനെ ചോദ്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മുടെ സൈന്യത്തെ ചോദ്യം ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ സൈന്യത്തിൻ്റെ മനോവീര്യത്തെ കെടുത്താൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ്. നിങ്ങൾക്ക് ആയുധങ്ങൾ, എക്യുപ്ഡ് ആയിട്ടുള്ള സംവിധാനങ്ങൾ വേണ്ട എന്നവരോട് പരോക്ഷമായി പറയുക. നിങ്ങൾക്ക് അത്രയും സംവിധാനങ്ങളോ സൗകര്യങ്ങളോ വേണ്ട, നമ്മുടെ സൈന്യം അത്രത്തോളം എക്യുപ്ഡ് ആവേണ്ടതില്ല. ഇതാരെ സഹായിക്കുക? നമ്മുടെ സൈന്യം എക്യുപ്ഡ്, നമ്മുടെ സൈന്യം അത്യന്താധുനികമായിട്ടുള്ള സംവിധാനങ്ങളില്ലെങ്കിൽ, നമ്മുടെ രാജ്യത്തിന് അതിനുള്ള ശേഷിയില്ലെങ്കിൽ നമ്മൾ ആരെയാണ് സഹായിക്കുക? നമ്മൾ ശത്രുവിനെയാണ് സഹായിക്കുക. നമ്മൾ ശത്രു രാജ്യത്തിനൊപ്പമാണ് നിൽക്കുക. നമ്മൾ ശത്രു രാജ്യത്തിനൊപ്പം നിൽക്കുന്ന സംവിധാനങ്ങളെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുക. അപ്പോൾ അങ്ങനെ നിലപാട് സ്വീകരിക്കുന്ന ആളുകൾ അവർ ഈ രാജ്യത്തിന് ഒരു പക്ഷേ അവർ അറിഞ്ഞോ അറിയാതെയോ വിരുദ്ധരായി മാറുന്നു എന്നുള്ളതാണ്. നിലപാടുകൾ വിരുദ്ധമായി മാറുന്നു എന്നുള്ളതാണ്. അവർ രാജ്യവിരുദ്ധരല്ല, പക്ഷേ അവർ നിലപാടുകൾ കൊണ്ട് ഈ രാജ്യത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള വിജയത്തെ കാക്ഷിക്കുന്ന ആളുകളോട് ചെയ്യുന്നൊരു വലിയ തെറ്റാണ്. അങ്ങനെയുള്ള ആളുകൾ പരോക്ഷമായി ഭീകരവാദികൾക്ക് എണ്ണ പകരുന്ന ആളുകളാണ് എന്ന് നമുക്ക് പറയാൻ കഴിയും. കാരണം ഭീകരവാദം നടത്തുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരത്തിൽ മാനസിക സപ്പോർട്ട് കിട്ടുന്നത് പോലും അവരുടെ ശക്തിയെ വർദ്ധിപ്പിക്കുന്നതാണ്. അപ്പോൾ ഇന്ത്യക്കകത്ത് നിന്ന് ഏതെങ്കിലും ഒരു തെറ്റായ ശബ്ദമുണ്ടായാൽ, ഉദാഹരണത്തിന് ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ ട്വിറ്റർ ഹാൻഡിൽ, ആ ട്വിറ്റർ ഹാൻഡിൽ വന്ന ഒരു പ്രചരണത്തിൻ്റെ ഒരു വാചകം എടുത്തിട്ടാണ് പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ ഇന്ത്യയിൽ ഇങ്ങനെ പ്രചരണം നടക്കുന്നു എന്നുള്ള പ്രയോഗം നടത്തിയത്. അതിനെ തുടർന്ന് പ്രമുഖമായിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിക്ക്, കോൺഗ്രസ്സിന് അത് പിൻവലിക്ക, പ്രത്യക്ഷമായി അവരുടെ ആളുകളോട് ഞങ്ങളിത് പിൻവലിക്കുകയാണ്, നിങ്ങൾ മേലാൽ ഒരു പ്രസ്താവനയും നടത്തരുത് എന്നവരുടെ നേതാക്കന്മാരോട് പറയേണ്ടി വന്നു. അപ്പോൾ നമ്മളിതെല്ലാം കാണുകയാണ്. അപ്പോൾ അത് അറിഞ്ഞോ അറിയാതെയോ എതിരാളികളെ, ഭീകരവാദികളെ, രാജ്യവിരുദ്ധരായിട്ടുള്ള ആളുകളെ സഹായിക്കുക എന്നുള്ളത് അത് നമ്മുടെ രാജ്യത്തോട് ചെയ്യുന്ന, സൈന്യത്തോട് ചെയ്യുന്ന, നമ്മുടെ രാജ്യത്തിൻ്റെ സമാധാനം കാക്ഷിക്കുന്ന സാധാരണക്കാരോട് ചെയ്യുന്ന, നമ്മുടെ രാജ്യത്തെ സമാധാനം പുലരണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളോട് ചെയ്യുന്ന വലിയൊരു തെറ്റാണ്, ചതിയാണ്. അത് മാനസികമായും സപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് ഈ രാജ്യത്തോട് ചെയ്യുന്നൊരു ചതിയാണ്. അങ്ങനെ ചതിയന്മാരായിട്ടുള്ള ആളുകൾ, അങ്ങനെ ചതിക്കണമെന്ന് വിചാരിക്കുന്ന ആളുകൾ, അവർ സ്വയം ആലോചിക്കണം, ഞങ്ങൾ ഇതിൻ്റെ ഭാഗമാകേണ്ടതുണ്ടോ? ഞങ്ങൾ ഈ ചതിക്കണിയിൽ തൽക്കാലത്തേക്കുള്ള സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകളാണ് എന്ന്. ആരാ സമാധാനം ആഗ്രഹിക്കാത്തത്? നമ്മുടെ രാജ്യമാണ് ഏറ്റവും കൂടുതൽ സമാധാനം ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ സൈന്യമാണ് ഏറ്റവും കൂടുതൽ സമാധാനം ആഗ്രഹിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികൾ, പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരുമാണ് സമാധാനം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ എത്രയോ വട്ടം ചർച്ചകൾ നടത്തുന്നു, എത്രയോ വട്ടം നിലപാടുകൾ വ്യക്തമാക്കുന്നു, അന്താരാഷ്ട്ര സമൂഹത്തെ വിശ്വാസത്തിലെടുക്കുന്നു. അപ്പോൾ അത് സ്വീകരിക്കുന്ന അത്രയും ശക്തമായിട്ടുള്ള മനക്കരുത്തും ബലവും നമുക്കുള്ളത് കൊണ്ടാണ്. അപ്പോൾ അതിനെ കുറച്ച് കാണിക്കാൻ, അതിനെ ഏതെങ്കിലും തരത്തിൽ പിന്നോട്ട് വലിക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അതിന് ഈ രാജ്യം നിന്ന് തരില്ല, അത് ഈ രാജ്യത്തെ ജനങ്ങൾ നിന്ന് തരില്ല, സർക്കാർ നിന്ന് തരില്ല, ഭരണകൂടത്തിൻ്റെ ഒരു സംവിധാനവും നിന്ന് തരില്ല. അവരോട് മറുപടി നൽകേണ്ടത് ഈ രാജ്യത്തെ ജനങ്ങളാണ്.
കാലം അതിനുള്ള മറുപടി നൽകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാര്യത്തിൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.